നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ലോകത്തിലെ ഫേമസ് ആയ ഒരു മ്യൂസിയം. ചാൾസ് ഡാർവിൻ കളക്ട് ചെയ്തതുൾപ്പെടെ 8 കോടിയോളം ഒബ്ജക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബോട്ടണി, എൻഡമോളജി, മിനറോളജി, പാലന്റോളജി, സുവോളജി എന്നിങ്ങനെ 5 മെയിൻ കളക്ഷൻസ് ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആദ്യം കയറിയപ്പോൾ ഒരു പൗണ്ടിന് മാപ്പ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. പക്ഷെ ഞാൻ മാപ്പ് എടുക്കാണ്ട് വന്നു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മാപ്പിൻ്റെ ആവശ്യം തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഒരു പൗണ്ട് കൊടുത്ത് മാപ്പ് മേടിച്ചു പോന്നു. ഓക്കെ, ഇത് 2003 ഡിസ്കവർ ചെയ്തതാണ്. പക്ഷെ ഇതിൽ ഏത് കാലിൻ്റെയോ എല്ല് പോയിരിക്കാന്ന് പറഞ്ഞത്, എല്ല് മിസ്സിങ് ആന്ന് പറഞ്ഞിട്ടായിരുന്നു. ലെഫ്റ്റ് 4 ലെഗിലത്തെ എല്ല് മിസ്സിങ് ആയിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ബോൺസും മിസ്സിങ് ആണല്ലേ. ഓക്കെ, ഡിനോസർ സ്കെൽട്ടനുകളുടെ എക്സിബിഷൻ ഈ ലൊക്കേഷനിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. കണ്ടെത്തിയിട്ടുള്ളതാണല്ലേ. Yes, England. Hertfordshire. 400 million years ago. Male freshwater stingray. Wow. റിസർച്ച് ആൻഡ് സ്റ്റഡി ആവശ്യത്തിനുള്ള ബുക്സ്, ജേർണൽസ് ഉൾപ്പെടെ ലൈബ്രറിയും പടുകൂറ്റൻ ആർക്കിടെക്ചർ വിസ്മയവും മെയിൻ ബിൽഡിംഗ് എൻട്രൻസിൽ സീലിംഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു വലിയ തിമിംഗലത്തിൻ്റെ സ്കെൽട്ടനും ഇവിടുത്തെ ഹൈലൈറ്റ് ആണ്. 850ഓളം സ്റ്റാഫുകളുള്ള ഈ മ്യൂസിയം അഡ്മിഷൻ ഫീസ് ഇല്ലാതെയാണ് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ്ലി പബ്ലിക് ഡൊണേഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. 300 billion years ago. Quartz is an important material in the manufacturing of many products from glass to silicon chips. റെഡ് സോൺ, ഗ്രീൻ സോൺ, ബ്ലൂ സോൺ, ഓറഞ്ച് സോൺ എന്നിങ്ങനെ സോണുകളായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. കാണുന്നത് ശ്രീലങ്കയിലും റൈറ്റിൽ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലും. ഡയമണ്ട് ഇൻ കിംബർലൈ ഇരിക്കുന്നത് 201-174 മില്യൺ ഇയേഴ്സ് ആയി. Maybe ഫ്യൂച്ചറിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കാം. From the moon and brought back to Earth by astronaut വന്ന് തന്നതാ. Apollo 16 mission loaned by the USA. ചന്ദ്രനിലുള്ള കല്ല്. ചന്ദ്രനിലൊക്കെ ഇനി താമസമൊക്കെ തുടങ്ങുമ്പോൾ പട്ടീനൊക്കെ എടുത്ത് എറിയുന്നത് ഈ കല്ലായിരിക്കും. സൾഫർ. ഇത് ചില്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുടെ സ്മെല്ലായിരിക്കും. സാധാരണ സൾഫറിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയുടെ സ്മെല്ലാണല്ലോ. It also used in preservation of wine. കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ഡെസ്റ്റിനേഷൻ ചിലർക്ക് ഇഷ്ടപ്പെടൂ എന്ന് പറയും പോലെ ഇവിടം ചിലർക്ക് ഇഷ്ടപ്പെടൂ. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കാണാനും അറിവ് നേടാനും മാത്രം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിടം മാത്രമാണ് ഈ സ്ഥലം. ഈ റൈനും 45,000 വർഷം പഴക്കമുള്ളതാണ്. പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നത് നാച്ചുറൽ ഓയിലാണ്. Chemicals in the oil destroyed most of the hair and horn, but the skin and the flesh as well as the skeleton survive. ഓയിൽ വെച്ചിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നപ്പോഴാണ് കുറച്ച് മിസ്സിങ്സ് അതിലുണ്ട്. ഡിസ്പ്ലേ 7 മില്യൺ വർഷം മുമ്പുള്ളത് 6, 5, 4, 3, 2, 1 ഇപ്പോഴത്തെ അത്രയും സ്കൾസിന്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കി വന്നപ്പോ എന്താ 7 വർഷം മുമ്പത്തെ കിടക്കുന്നുണ്ട്. ഇടയിലുള്ളത് മിസ്സിംഗ് ആണ്. ചിലപ്പോൾ കിട്ടാത്ത കാരണമായിരിക്കും. ഇത്രയും 1 മില്യൺ വർഷം മുമ്പുള്ളതും
2 മില്യൺ വർഷം മുമ്പുള്ളതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചാൻസ് ആണ്. അങ്ങനെ ഈ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ടുള്ള വഴി കൂടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എവല്യൂഷൻ, ഇപ്പുറത്തൊക്കെ കുറെ തലകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലൈഫിൽ ഒരു പ്രാവശ്യം കാണാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. അതും നല്ല വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു ബുക്കും പിടിച്ച് അതിലെ ചിത്രങ്ങൾ നോക്കി ക്ലാസ്സിൽ ഒരെത്തും പിടിയും കിട്ടാതെ എങ്ങനെയോ എക്സാം എഴുതി പാസ്സായിപ്പോയി. അതിനു പകരം ഇതുപോലെ വിഷ്വലി കണ്ട് മനസ്സിലാക്കാൻ ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് അന്നേ അറിവ് ലഭിച്ചേനെ. മോർ ദാൻ 3 മില്യൺ ഇയേഴ്സ് ago, അതായത് 3 വ്യക്തികൾ വോൾക്കാനിക് ആഷിൽ കൂടെ നടന്നിട്ടുണ്ടായിട്ടുള്ള കുറേ ഫുട് പ്രിൻസിന്റെ ഡിസ്പ്ലേ. അതുപോലെ ഏഷ്യൻ ഹ്യൂമൻ ഫോസിൽ, ഇന്ത്യയിലെ നർമ്മദ റിവറിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഹ്യൂമൻ ഫോസിൽസ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അയ്യൻ്റെ മോനെ, ഓക്കെ, ഈ സെക്ഷനിൽ വേറെ കിടക്കാം. മാനിൻ്റെയും മറ്റു മൃഗങ്ങളുടെയും എല്ലുകൾ വെച്ച് അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്ന വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷനായിരുന്നു നമ്മളിപ്പോൾ കടന്നു വന്നത്. കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ ഷോപ്പുകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ വഴി അറിയണം, ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു പൗണ്ട് കൊടുത്ത് മാപ്പ് കൊടുത്താലും മാപ്പ് നോക്കാൻ വേണ്ടിട്ട് ഒരു ഗൈഡിനെ നമ്മൾ വേറെ ഹയർ ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. ഞങ്ങളൊരു ധാരണയിലെത്തി. നേരെ പോയി കഴിഞ്ഞാൽ ചുറ്റി കളിച്ചോണ്ടിരിക്കും, സോണായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ സോൺ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് തന്നെ ഞാൻ പറയണ തന്നെ കേൾക്കുക എന്നുള്ളത് അറിയില്ല, ഫുള്ള് നോയ്സാണ്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഡപ്പ് ചെയ്തിട്ട് ഇറക്കാം. ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ മറ്റേ സി ഡി ഡ്രൈവർ പോലത്തെ കുറേ ഐറ്റംസ്, ചിപ്പ് ബോർഡ്സ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ പാസ് ആണ്. അതുപോലെ തന്നെ കൂടെയാണ് ഇവർ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതൊക്കെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് നമ്മുടെ നാട്ടിലും ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എത്ര സ്റ്റുഡൻസ് ആണെന്ന് അറിയാം ഇവിടെ വന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുപാട് നല്ല ചാൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. പണ്ടുകാലത്ത് കേവ് പെയിൻറ്റിങ്ങിനായി ഉപയോഗിച്ചിരുന്ന മിനറൽസും അന്നൊക്കെ മരുന്നിന് പകരം ക്ലേ എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് മെഡിസിനൽ യൂസേഴ്സിന് ഉപയോഗിച്ചിരുന്നത്. ഇന്നും മോഡേൺ മെഡിസിൻസിൽ ഇതേ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്യൂൻ എലിസബത്ത് ഫസ്റ്റും റൈറ്റ് സൈഡിൽ കാണുന്നത് ഷാജഹാൻ. അതിനടുത്തായി തന്നെ ഐവറി, അതായത് ആനക്കൊമ്പ് കൊണ്ടുള്ള ഓർണമെൻറ്റ്സും ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു തീരുന്നതിന് തന്നെ ഒരു 3000 വർഷം അല്ലെങ്കിൽ 3000 മില്യൺ വർഷം സമയമെടുക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും. ജ്വല്ലറിയിൽ പോയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത തരം പലതരത്തിലുള്ള ഡയമണ്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം കളക്ഷൻസാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ക്യൂൻ എലിസബത്ത് II
ഇടതു ഭാഗത്തായി കാണുന്നുണ്ടെങ്കിലും മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെയും കാണാൻ സാധിക്കും. പ്രിൻസസ് ഡയാനയും കോഹിനൂർ രത്നം അണിഞ്ഞു നിൽക്കുന്ന ക്യൂൻ മേരിയെയും ഇവിടെ നമുക്ക് ഫോട്ടോകളിൽ കാണാം. അതാ നിൽക്കുന്നു തെയ്യം കേരള. അതിനുശേഷം മുന്നോട്ട് നടക്കുമ്പോൾ ജെം സ്റ്റോൺസിൻ്റെ സെക്ഷനാണ്. എമറാൾഡ്, റൂബി, ഡയമണ്ട്സ് എന്നിങ്ങനെ എല്ലാവിധ ജെം സ്റ്റോൺസും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി കയറി ചെല്ലുന്നത് എർത്ത് ട്രഷറി എന്ന് എഴുതിയിട്ടുള്ള സെക്ഷനിലേക്കാണ്. അവിടെ നമ്മൾ ഐസേജ് എലിഫൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആനയുടെ ബോൺസും അതുപോലെ തന്നെ പണ്ടുകാലത്തുള്ള റൈനോസേഴ്സിൻ്റെ ബോൺസും എല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം. $15 മില്യൺ വർഷം പഴക്കമുള്ള കുതിരയുടെ പല്ലും ഇന്നുകാലത്തെ കുതിരയുടെ പല്ലും കമ്പയർ ചെയ്തുകൊണ്ടും ആ വ്യത്യാസങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ജോൺ ഹോനായുടെ സ്യൂട്ട് കേസുകൾ പോലെ വരിവരിയായി നിരത്തിവച്ചിരിക്കുന്ന സ്യൂട്ട് കേസുകളിൽ പലതരത്തിലുള്ള പഴക്കം ചെന്ന സ്റ്റോൺസ് ഓരോ സ്യൂട്ട് കേസ് തുറന്ന് നമുക്ക് കണ്ട് നടന്നു നീങ്ങാനാകും. ഇതെല്ലാം ഫോസിൽസാണ്. 147 മില്യൺ വർഷം പഴക്കമുള്ളതും അതിൽ കൂടുതൽ പഴക്കമുള്ളതുമായിട്ടുള്ള പലതരം ഫോസിൽ കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മൃഗമാണോ പക്ഷിയാണോ എന്നെല്ലാം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഡിസ്പ്ലേസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് 19 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിലാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോൾ ഒന്ന് കിടുങ്ങി. ഇതെന്ത് ഗ്ലിറ്റർ പോലെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടൈല് അങ്ങനെയുള്ള സംഭവമാണ്. മുകളിലത്തെ ലൈറ്റ് കാരണം ഗ്ലിറ്റർ ചെയ്തൊന്നാണ്. കൊള്ളാം. See one of the oldest rocks on Earth. Million years old ആയിട്ടുള്ള stone. ഈ സെക്ഷനിൽ സോളാർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓരോ ഘട്ടമായി നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം. അടുത്തായുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എത്തിച്ചേരുന്നത് എർത്ത് ക്വേക്സ് എന്നുള്ള വിഭാഗത്തിലേക്കാണ്. മുൻപൊക്കെ നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിൽ നിന്ന് നേരെ എത്തിച്ചേരുന്നത് ഈ ഭാഗത്തേക്കായിരുന്നു. ഇന്നിപ്പോൾ ഈ എസ്കലേറ്റർ കംപ്ലൈൻ്റ് ആയതിനാൽ വേറെ വഴിക്ക് ചുറ്റി വളഞ്ഞാണ് നമ്മൾ ഈ സോണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഓരോ വസ്തുക്കളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹീറ്റ് സ്യൂട്ട്, അതായത് വോൾക്കാനോ സ്റ്റഡീസിനെല്ലാം ഈ സ്യൂട്ട് അണിഞ്ഞുകൊണ്ടാണ് ആ സ്പോട്ടിലേക്കെല്ലാം ചെന്നിരുന്നത്. കണ്ടു കഴിഞ്ഞാൽ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കാൻ പോകുന്നവരെ കോസ്റ്റ്യൂം പോലെ തോന്നുമെങ്കിലും ഇതൊക്കെ നമുക്ക് പുതിയ അറിവായി ഇവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഭൂമികുലുക്കം കാറ്റ് ഫിഷ് ഉണ്ടാക്കുന്നതാണെന്നും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നത് ദൈവങ്ങൾ ഉണ്ടാക്കുന്നതാണ് എർത്ത് ക്വേക്ക് എന്നൊക്കെയുള്ള ഹിന്ദു മിത്തോളജിയെയും മണ്ടൻ സിദ്ധാന്തങ്ങൾ പൊളിച്ചെഴുതുന്ന രീതിയിൽ പല നാടുകളിലെ തെറ്റിദ്ധാരണകളും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു റൂമിനകത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് മോഡലിൽ
നമുക്ക് എർത്ത് ക്വേക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നുള്ളത് ഓരോ സ്കെയിൽ ഡിഫറൻസിലും നമുക്ക് അതിനുള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഭാഗത്താണ് ഈ മ്യൂസിയത്തിലെ ടോയ്ലറ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ലഭിക്കുന്നതാണ്. ഇനിയുള്ള സെക്ഷൻ സ്റ്റഫ് ചെയ്ത പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സ്പേസാണ്. പലതരം ഹമ്മിങ് ബേഡുകൾ സ്റ്റഫ് ചെയ്യപ്പെട്ട് നല്ലൊരു ആർട്ട് വർക്ക് പോലെ ഒരു ചില്ലുകൂടിനുള്ളിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഓരോ പോർഷനും ഏത് ഭാഗത്തുള്ളതാണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെല്ലാ ഡിസ്പ്ലേയിലും നമുക്ക് കാണാൻ സാധിക്കും. എത്ര പോർഷനാണ് ഉള്ളത് എന്നുള്ളത് ബ്ലാക്ക് ഷെയ്ഡിൽ ഡാർക്കായിട്ട് കാണിച്ചിട്ടുണ്ടാവും. വീടിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ പല ജീവികളെ പരിചയപ്പെടുത്തുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പോലെയുള്ള എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫുള്ള് കവർ ചെയ്തിട്ട് വന്നു. ബട്ട് ഇത് മാത്രം പോകാൻ പറ്റില്ല, ഇതിന് ടിക്കറ്റ് വേണം, വൈൽഡ് ലൈഫ്. അപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ വന്ന് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ. ഇനി എവിടെ പോകുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ ഇപ്പൊ സമയം ഓക്കെ. ഞങ്ങള് കേറിയത് 12:15 കയറിയിട്ട് 5 മണിയായി. നമ്മള് തീർത്തിറങ്ങിയപ്പോ തീർന്നില്ല. ഇതില് രണ്ട് സ്ഥലങ്ങള് ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു. സോ അതും കൂടി കണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 1 hour കൂടി വേണ്ടി വരും. ഞങ്ങള് സൈഡിൽ കൂടെ ഉള്ള എൻട്രൻസ് കൂടെ കയറി. ബസ് അവിടാണ് ഇറങ്ങിയത്. അപ്പൊ അവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ്. ഫ്രീ പാസ് ആണ്. പക്ഷെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കുറെ കാഴ്ചകളായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അതുപോലെ ഒരുപാട് അതും ഫ്രീ ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യത്തിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആവുന്ന അല്ലാണ്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റില്ല. ഒട്ടും കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ വഴി തന്നെ കാണാം. കണ്ടു പിടിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ അവസാനത്തേക്ക് നമ്മൾ പഠിച്ചു എങ്ങനെയൊക്കെ വഴി. ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാഴ്ചകളായിട്ട് കാണാം.